നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 ദിവസങ്ങൾ ശേഷിക്കെ, അതായത് 5-ാം നാൾ നമ്മൾ പോളിംഗ് ബൂത്തിലേക്കാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലെത്തുന്നു. തിരുവല്ലയിൽ കൺവെൻഷനിലും തലസ്ഥാനത്ത് പടുകൂറ്റാൻ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന പ്രധാനമന്ത്രി ഇവിടെ നിന്ന് തിരുവല്ലയിലെ പരിപാടിക്കായി പോകും. പ്രധാനമന്ത്രിയുടെ വരവ് കണക്കിലെടുത്ത് തിരുവനന്തപുരത്തും തിരുവല്ലയിലും കനത്ത സുരക്ഷയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രഞ്ജിത്ത് അമ്പാടിയും തിരുവല്ലയിൽ നിന്ന് ഗോകുൽ രമേശും അരുൺ കൊടുങ്ങൂരും ഒപ്പം ചേരും. ആദ്യം രഞ്ജിത്ത് അമ്പാടിയിലേക്ക്. രഞ്ജിത്ത്, തലസ്ഥാനം കാത്തിരിക്കുന്നുണ്ട്. നഗരസഭാ ഭരണം പിടിച്ച ശേഷം 2ാം വട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടേക്ക് വരുന്നത്. ഏറ്റവും വലിയ വിജയപ്രതീക്ഷയുള്ള NDA ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോടെ മത്സരിക്കുന്ന ഒരിടം കൂടിയാണ് തലസ്ഥാനം, തലസ്ഥാനത്തെ മണ്ഡലങ്ങൾ. മോദി വരുമ്പോൾ ആവേശം ഇരട്ടിക്കും. തീർച്ചയായും കൃഷ്ണരാജ്, തലസ്ഥാന നഗരത്തെ ഇളക്കി മറിക്കാൻ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 2ാം തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥം 2ാം തവണയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് ഇത് ആദ്യ തവണ എത്തുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ എത്തുന്നത്. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം 3 മണിയോടുകൂടി ചങ്ങനാശ്ശേരി NSS കോളേജ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. അവിടെ 4 മണിക്കാണ് പൊതുസമ്മേളനം. അതിനുശേഷം 5 മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള രാജവീതിയിലൂടെ റോഡ് ഷോ നടത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ BJP NDA ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് 4-ലധികം മണ്ഡലങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് NDAയുടെ BJPയുടെ വലിയ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി തലസ്ഥാനത്തേക്ക് എത്തുന്നത്. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, BJPക്ക് വേണ്ടി വോട്ട് ചോദിക്കാനായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുന്നു. നമുക്കറിയാം, പ്രധാനമന്ത്രി നേരത്തെ പലതവണ കേരളത്തിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചതിന് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, തലസ്ഥാന കോർപ്പറേഷൻ്റെ ഭരണം BJPക്ക് നൽകുകയാണെങ്കിൽ പ്രധാനമന്ത്രി 45 ദിവസത്തിനുള്ളിൽ തലസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. ആ വാക്ക് പാലിച്ചു. 45 ദിവസം വേണ്ടി വന്നില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരം ജനതയ്ക്ക് വലിയ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു. ആ ഒരു ഓർമ്മ തലസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉറപ്പായുമുണ്ട്. കാരണം BJP പറഞ്ഞാൽ ചെയ്തിരിക്കും, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞാൽ ചെയ്തിരിക്കും എന്നുള്ള വിശ്വാസം ഇന്നും തലസ്ഥാന ജനതയ്ക്കുണ്ട്. ഒരിക്കൽ കൂടി അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനാണ് പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള റോഡുകളുടെ ഇരുവശവും റോഡിൻ്റെ മധ്യഭാഗത്തും ബാരിക്കേഡുകൾ തീർത്തിരിക്കുന്നു. ജനങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ, അതുപോലെ തന്നെ CRPF ഉദ്യോഗസ്ഥരെ, അതുപോലെ കേന്ദ്രസേനയെ അടക്കം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി 5 മണിയോടുകൂടി കിള്ളിപ്പാലത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. അത് കരമനയിലേക്ക് എത്തിച്ചേരും. കരമന ജംഗ്ഷനിൽ ആണ് റോഡ് ഷോ അവസാനിക്കുന്നത്. വളരെ പതിയായിരിക്കും പ്രധാനമന്ത്രി റോഡ് ഷോയിൽ എത്തുക. അത് ജനങ്ങൾക്ക് വളരെ ആവേശം നൽകുന്ന ഒരു കാഴ്ചയായിരിക്കും. നമുക്കറിയാം, കേരളത്തിൽ എവിടെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടായാലും ജനസാഗരങ്ങൾ അവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയും ഈ തിരുവനന്തപുരത്തും അത് സംഭവിക്കും. തിരുവനന്തപുരത്തെ ജനതയെ ആവേശത്തിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് എന്തിന് വോട്ട് ചെയ്യണം, ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്ന് കേരളത്തിൻ്റെ ജനതയെ, തലസ്ഥാനത്തിൻ്റെ ജനതയെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. ആ റോഡ് ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രവർത്തകർ. ഇവിടെ തലസ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നേരിട്ട് കാണാൻ, ഇന്ത്യയുടെ പ്രധാന സേവകനെ നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയുള്ള ആവേശത്തിലാണ് തലസ്ഥാനത്തെ BJP പ്രവർത്തകർ. ശരി, രഞ്ജിത്ത് അമ്പാടിയിലേക്ക് ഞാൻ വരാം. ഗോകുൽ രമേശ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, പ്രധാനമന്ത്രി വിമാനമിറങ്ങുന്നത് തലസ്ഥാനത്താണെങ്കിലും ആദ്യ പരിപാടി തിരുവല്ലയിലാണ്. അവിടെ അനൂപ് ആന്റണി വലിയ വിജയപ്രതീക്ഷയിലാണ് എന്നറിയാം. തിരുവല്ലയിൽ വലിയൊരു പൊതുപരിപാടി, NDAയുടെ കൺവെൻഷനിലാണ് പ്രധാന സേവകൻ പങ്കെടുക്കുന്നത്. അവിടെ പാർട്ടി പ്രവർത്തകർക്ക്, NDAക്കാകെയും എത്രത്തോളം ആത്മവിശ്വാസം, അവർ എന്തു പറയുന്നു? അരുൺ കൊടുങ്ങൂർ, ഗോകുൽ രമേശ്.
കൃഷ്ണരാജ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീവല്ലഭപുരി എല്ലാ അർത്ഥത്തിലും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രി തിരുവല്ലയുടെ മണ്ണിലേക്ക് എത്തിച്ചേരും. അത് ചങ്ങനാശ്ശേരിയിലേക്കാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ എത്തുന്നുണ്ടാവുക. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൻ്റെ മൈതാനത്തായിരിക്കും ഹെലികോപ്റ്റർ ഇറങ്ങുക. തുടർന്ന് MC റോഡ് വഴി തിരുവല്ലയിലേക്ക് എത്തിച്ചേരും. 3 മണിക്ക് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുശേഷം 3:15 പൊതുസമ്മേളനം നടക്കുന്ന ആ ഒരു ഗ്രൗണ്ടിലേക്ക് തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരും. അതിനുശേഷം അപ്പോൾ തന്നെ 3:15 തന്നെ പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നുള്ള വിവരങ്ങളാണ് എന്തായാലും നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയെ കാതോർക്കുന്നതിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് തിരുവല്ലയിലേക്ക് ഈ പ്രവർത്തകരുടെ വലിയ ഒഴുക്ക് ഇപ്പോൾ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം BJP ആയാലും NDA മുന്നണിയായാലും പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായും അത് തന്നെയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കപ്പുറത്തേക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം, ആ പ്രധാനമന്ത്രി ഈ മണ്ണിലേക്ക് എത്തുന്നു. എന്തായാലും വലിയൊരു ആവേശത്തോടെ എന്തായാലും വാളണ്ടിയേഴ്സൊക്കെ തയ്യാറായിരിക്കുന്നത്. എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ? അതെ, നമ്മൾ ഇന്ന് ആദരണീയനായ പ്രധാനമന്ത്രി തിരുവല്ലയിൽ എത്തിച്ചേരുന്ന സമയത്ത് ശ്രീ അനൂപ് ആന്റണിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് യുവമോർച്ചയുടെയും സംഘത്തിൻ്റെയും ബാക്കി വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. രാവിലെ തന്നെ എല്ലാവരും എത്തിച്ചേർന്നുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഡിവൈഡ് ഇനി ആൾക്കാർ നമുക്ക് 400ഓളം പ്രവർത്തകരാണ് നമുക്കിന്ന് വോളണ്ടിയേഴ്സായിട്ട് ട്രാഫിക്, പാർക്കിങ്, പരിപാടി സ്ഥലങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വലിയൊരു ആവേശമായിട്ട് തന്നെ പ്രവർത്തകരെല്ലാവരും ഇതിനെ കണ്ടുകൊണ്ടിട്ട് തിരുവല്ലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളും പ്രവർത്തകരും എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആൾക്കാരും. എല്ലാവരുടെയും ആ ഒരു ആവേശം നമുക്ക് കാണാം. എന്തായാലും ഈ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങളുടെ മാത്രം അകലമാണ്. എന്തായാലും ഏറ്റവും അവസാന മണിക്കൂറിലേക്ക് തിരഞ്ഞെടുപ്പ് എത്തുകയാണ്. ആ ഒരു സമയത്ത് ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു വരവ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അത് ഒരു വലിയ ഊർജം, കരുത്ത് ഒക്കെ തന്നെ ആകില്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ അറിയാമല്ലേ, കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് BJP-ക്കാരോ അല്ലെ BJP വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, ഒരുപറ്റം ജനങ്ങളും അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് ഞാൻ ഇന്ന് രാവിലെ നാട്ടിൽ ചെന്ന സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാർ പോലും തിരുവല്ലയിലേക്ക് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ആ ആവേശത്തോടെ വരുന്ന സമയത്ത് തന്നെ ശ്രീ അനൂപ് ആന്റണി ജയിക്കുമെന്നുള്ള ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവേശം ഊർന്നുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഊർജ്ജം ഞങ്ങൾക്ക് 10 മടങ്ങായിട്ട് തന്നെ കൂടിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാ പ്രവർത്തകരും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു വലിയ ആവേശം ആ വാക്കുകളിൽ തന്നെ പ്രകടമാണ്. എന്തായാലും വോളണ്ടിയേഴ്സ് ഒക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു പ്രസംഗത്തിന്, ആ രാഷ്ട്രീയ പ്രസംഗത്തിന് കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്തായാലും ഏറ്റവും അവസാന ലാപ്പിലാണ്. ആ അവസാന ലാപ്പിൽ ഈ പ്രധാനമന്ത്രി എത്തുന്നതോടെ അതൊരു വലിയ ആവേശത്തിലേക്ക് പോകും. പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടാകും, സ്ഥാനാർത്ഥികൾക്ക് വലിയ ആവേശമുണ്ടാകും. എന്തായാലും BJP വരും മണിക്കൂറുകളേറെ ചർച്ച ചെയ്യാനിരിക്കുന്ന വാർത്ത, ഒറ്റ വാർത്ത ഇതാണ്: നരേന്ദ്രമോദിയുടെ വരവ്. 2ാം വരവാണ് തലസ്ഥാനത്ത്, 2ാം വരവാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അത് തിരുവനന്തപുരത്തും തിരുവല്ലത്തുമാണ്. അതുകൊണ്ടാണ് തിരുമുറ്റത്ത് എന്ന് ഞങ്ങൾ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രഞ്ജിത്ത് അമ്പാടിയും അരുൺ കൊടുങ്ങൂരും ഗോകുൽ രമേശും.